ബോർഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മോഡൽ ഒരു മദർ ബോർഡാണ്. ഇതിന് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല, സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ ജമ്പർ സെറ്റിങ്ങുകൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പാനൽ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. പാനൽ സെലക്ട് എന്ന് എഴുതിയിരിക്കുന്നിടത്തെ ഈ ജമ്പർ സെറ്റിങ്ങുകൾ മാറ്റിയാൽ നമുക്ക് ഇഷ്ടമുള്ള പാനൽ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യേണ്ട കാര്യമില്ല. സോഫ്റ്റ്വെയർ ചെയ്യേണ്ട ബോർഡ് എടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പിന്നെ USB വഴി സോഫ്റ്റ്വെയർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ മെയിനായിട്ടുള്ളത് നോക്കേണ്ടത് വെച്ചാൽ പാനൽ വോൾട്ടേജ് ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. 3.3 അതും ഒരു ജമ്പർ സെറ്റിംഗ് ആണ്. 3.3, 5 വോൾട്ട്, 12 വോൾട്ട്. ഞാനിതിപ്പോൾ നമ്മുടെ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഒരു സാംസങ്ങിൻ്റെ TV-യിലാണ്. ഇതിൻ്റെ ജമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ്, സ്ക്രീൻ റെസൊല്യൂഷൻ്റെ ജമ്പർ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഒരു ആൻറ്റിന ഇന്നുണ്ട്, USB ഉണ്ട്, ഓഡിയോ ഇൻ ഔട്ട് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ, ഇത് AV ഇന്ന്, HDMI ഔട്ട്, HDMI ഔട്ടല്ല, HDMI ഇന്ന്, VGA ഇന്ന്, 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ഇന്ന്. പവർ സപ്ലൈ ഓൺ ബോർഡിലും കൊടുക്കാം, അഡാപ്റ്റർ വഴി 12 വോൾട്ട് അത് കൊടുത്താലും മതി. ഇത് ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷനാണ്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ഫ്രണ്ട് പാനൽ ബോർഡും IR സെൻസറും എല്ലാം കൂടെ കൂടിയിട്ടൊരു ബോർഡ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. വളരെ ഭംഗിയുള്ളൊരു റിമോട്ട് കൺട്രോളാണ്. അപ്പം നമ്മൾ ഈ യൂണിവേഴ്സൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാനലിൻ്റെ ഡേറ്റ കറക്റ്റായിട്ട് നോക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ പാനൽ വോൾട്ടേജ് തിരിഞ്ഞു പോവുകയോ, പാനലിൻ്റെ ഡേറ്റ കറക്റ്റ് അല്ലാതെ വരികയോ, ഇത് പടവില്ലാതിരിക്കും, സപ്ലൈ മാറിപ്പോവുകയാണെങ്കിൽ പാനലിലെ ഡിസ്പ്ലേസി വരെ, സ്കെയിലർ ബോർഡിലെ ഡിസ്പ്ലേസി വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാനൽ ഡേറ്റ കൃത്യമായിട്ട് എടുത്തിട്ട് ശേഷം മാത്രമേ യൂണിവേഴ്സൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. ഇതാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പാനൽ. ഇതിൻ്റെ മോഡൽ നമ്പർ നമുക്കിവിടെ കാണാൻ സാധിക്കും. സാംസങ്ങിൻ്റെ പാനലാണ്. ഇതിൻ്റെ പാനൽ ഡേറ്റ നമുക്ക് panellook.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഇതിൻ്റെ പാനൽ ഡേറ്റ നമുക്ക് കിട്ടും. പാനൽ ലുക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ പാനൽ ഡേറ്റ ആണ് ഈ ലാപ്പിൽ ഇപ്പോൾ കാണുന്നത്. ഈ പാനലിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഡേറ്റകളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് കാണാൻ സാധിക്കും. RX3+, RX3-, RXL ക്ലോക്ക്, RX2, RX1, RX0, ഇത്ര എണ്ണമാണ് നമുക്ക് വേണ്ട ഡേറ്റ ഇൻപുട്ടുകൾ. ഈ കാണുന്നതാണ് പോസിറ്റീവ് ഇൻ, ഇത് നെഗറ്റീവ്, പിന്നെ ഇങ്ങോട്ടുള്ളത് നോ കണക്ഷനാണ്. അപ്പം ഇതിന് പറ്റുന്ന LVDS കേബിൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ, എങ്കിൽ മാത്രമേ കൃത്യമായി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഇതിനൊരു പവർ സപ്ലൈ ആണ്. ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡാണ്. ഇതിന് കുഴപ്പമില്ല, ഇതിൻ്റെ ലോജിക് ബോർഡിന് മാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം. ലൈറ്റ്നിങ്ങിൽ ലോജിക് ബോർഡ് പോയതുകൊണ്ടാണ് ഇപ്പം ഈ മെയിൻ ബോർഡ് റീപ്ലേസ് ചെയ്യുന്നത്. ഇതാണ് ഇതിലുണ്ടായിരുന്ന ലോജിക് ബോർഡ്. ഈ ലോജിക് ബോർഡിൽ IC ഒന്നും, ഇത് ഒരു കുറേ നാൾ പഴക്കമുള്ള TV ആണ്. ഇപ്പോൾ ഇതിൻ്റെ IC ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയല്ല, ഭയങ്കര വിലയാവും. അപ്പം നമുക്കൊരു യൂണിവേഴ്സൽ ബോർഡ് മാറി വെക്കാമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരമാവും. ഇതിൽ നിന്ന് ലോജിക് ബോർഡിലേക്കുള്ള സപ്ലൈ ലൈനാണ്. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം പ്രൊറേഷൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്റ്റാൻഡ് ബൈയും പവർ ഓണിലേക്കുള്ള ഒരു ജമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ജമ്പർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ
സെക്കൻഡറി വോൾട്ടേജ് ഓൺ ആകത്തില്ല. സെക്കൻഡറി വോൾട്ടേജ് ഓൺ ആയില്ലെങ്കിൽ നമുക്ക് ബോർഡ് വർക്ക് ചെയ്യിക്കത്തില്ല, പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ സ്വിച്ചിങ് ജമ്പർ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ജമ്പർ അടിക്കേണ്ട ഡീറ്റെയിൽ എല്ലാ പവർ സപ്ലൈ ബോർഡിലും ഇതുപോലെ ആ കണക്ടറിൻ്റെ ഡീറ്റെയിൽ കാണാം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഡിമ്മ് 1 എന്ന് കിടക്കുന്നത്, ഓൺ ഓഫ് 9th പിന്നും. അപ്പം അതും 5 വോൾട്ടും കൂടെ ജമ്പർ അടിച്ചിട്ട് കൊണ്ട് മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ. അപ്പം ഈ പവർ സപ്ലൈ ബോർഡ് തന്നെ വെക്കുന്നതിന് കാര്യം, ഇതിൽ ഇൻവെർട്ടർ ബോർഡോട് കൂടി ഇതൊരു LCD പാനലാണ്. LED അല്ല, LCD ആണ്. അപ്പം LCD ബാക്ക് ലൈറ്റിന് ഇല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഇൻവെർട്ടർ ബോർഡ് വെക്കേണ്ടി വരും. ഇതാകുമ്പോഴത്തേന് ഇതിൽ തന്നെ ഓൾറെഡി ബിൽറ്റ് ഇൻ ഇൻവെർട്ടർ ഉണ്ട്. അപ്പം ഈ ബോർഡ് തന്നെയാണ് ഞാൻ പവർ സപ്ലൈക്കും ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന അതിൻ്റെ സ്കെയിലർ ബോർഡ്. ആ പാനലിൻ്റെ LVDSൻ്റെ കണക്ഷൻ ഇതിൻ്റെ ഈ സൈഡിലാണ് പോസിറ്റീവ് സപ്ലൈ. എല്ലാ പാനലിലും ഒന്നെങ്കിൽ ആ സൈഡിൽ എഴുത്തുണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പം ചില പാനലുകളിൽ ഇങ്ങേ സൈഡിലാവാം, ചിലപ്പോൾ ഈ സൈഡിലാവാം. പാനലിൽ എഴുത്തുണ്ടാവും. അതുകൂടാതെ ചിലപ്പം അവിടെ ഒരു ഫ്യൂസ് യൂണിറ്റ് കാണാൻ സാധിക്കും. ചെറിയൊരു ഫ്യൂസ് ഉണ്ടായിരിക്കും ഈ സപ്ലൈ ലൈനിൽ. അതിനോട് ചേർന്ന് ഒരു റെഗുലേറ്റർ IC മിക്കവാറും എല്ലാ പാനലിലെ സ്കെയിലർ ബോർഡുകളിലും കാണാൻ സാധിക്കും. അപ്പം പാനലിലെ വോൾട്ടേജ് കൊടുക്കുന്ന ലൈൻ ഒരു കാരണവശാലും തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ലോജിക് ബോർഡ് എടുത്തു. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള LVDS കേബിൾ എടുക്കണം. ഇതാണ് ഈ ബോർഡിനും സ്കെയിലർ ബോർഡിന് പറ്റിയ LVDS കേബിള്. ഇത്രയും കണക്ഷനേ ഉള്ളൂ. ഇത് മെയിൻ ബോർഡല്ല. ഈ LVDS കേബിളിൻ്റെ ഒരു സൈഡിൽ ഒരു ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ട് ഈ ബോർഡിൽ LVDS കണക്ടറിൻ്റെ ഇവിടെ ആയിട്ട് ഒരു മാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ഡോട്ട് കറക്റ്റായി അവിടെ തന്നെ വരണം. അത് പോസിറ്റീവ് സൈഡാണ്, സപ്ലൈ വരുന്നത് സൈഡാണ്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ രീതിയിലുള്ളത് ഇതിൻ്റെ ജമ്പർ സെറ്റിങ്ങുകളാണ്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1366 768 ആണ് ഈ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ. അപ്പം അതിന് ഉള്ള ഏതാ ജമ്പർ സെറ്റിങ് നമുക്ക് നോക്കാം. 1366 768 കണ്ടോ, ബിയിലും സിയിലും ജമ്പറുണ്ട്. അപ്പം നമുക്ക് ബിയിലെ ജമ്പർ ഇട്ട് നോക്കാം എങ്ങനെയാവുന്നു. അപ്പം ബിയിൽ ആ ജമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് പവർ സപ്ലൈയുടെ ജമ്പറാണ്. പവർ സപ്ലൈയുടെ ജമ്പർ ഓൾറെഡി 5 വോൾട്ടിലാണ് കിടക്കുന്നത്. ഇത് 5 വോൾട്ട് പാനലാണ്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ LVDS കേബിള് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. LVDS കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ട ഈ ലോജിക് ബോർഡിനുള്ള പവർ സപ്ലൈ കൊടുക്കാവുന്നതാണ്.